മലയാളികളെ പതിറ്റാണ്ടുകളോളം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ജനപ്രിയ നടൻ സലിംകുമാർ ഓർമ്മയായിരിക്കുകയാണ്. അഭിനയ ജീവിതത്തിലെ വെള്ളിത്തിരയിലെ വിസ്മയങ്ങൾക്കൊക്കെ അപ്പുറം തന്റെ വ്യക്തിജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും അദ്ദേഹം പുലർത്തിയിരുന്ന തീവ്രമായ സ്നേഹവും സമർപ്പണവും മലയാളികൾക്ക് കാലവും മാതൃകയായിരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിലും വിജയങ്ങളിലും തനിക്ക് താങ്ങും തണലുമായി നിന്ന പ്രിയ പത്നി സുനിതയെ തനുച്ചാക്കിയാണ് സലിംകുമാർ ഇപ്പോൾ യാത്രയായിരിക്കുന്നത്. തന്റെ ജീവിതത്തിൽ താൻ ചെയ്ത ഏറ്റവും വലിയ ശരി എന്നാണ് ഭാര്യ സുനിതയുമായുള്ള വിവാഹത്തെ സലിംകുമാർ എപ്പോഴും വിശേഷിപ്പിച്ചത്. തളർന്നു വീണ നിമിഷങ്ങളിലെല്ലാം തനിക്ക് തണലായി നിന്നത് രണ്ട് സ്ത്രീമരങ്ങളായെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഒന്ന് ജന്മം നൽകിയ അമ്മ കൗസല്യ, മറ്റൊന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭാര്യ സുനിത. സിനിമയിൽ എത്തുന്നതിന് മുൻപ് ഒരു സാധാരണ മിമിക്രി കലാകാരനായി ജീവിച്ചിരുന്ന സലിംകുമാറിന്റെ ജീവിതം മാറിമറയുന്നത് സുനിതയുടെ വരവോടെയായിരുന്നു. മഹാരാജാസ് കോളേജിൽ നിന്നാണ് സുനിതയെ കിട്ടുന്നത്. അന്ന് സീനിയറായിട്ടുള്ള വിദ്യാർത്ഥികൾ ജൂനിയേഴ്സിനെ റാഗ് ചെയ്യുമായിരുന്നു, പാട്ട് പഠിപ്പിക്കുമായിരുന്നു. അന്ന് സലിംകുമാറിന്റെ റാഗിംഗ് പേടിച്ച് ഓടി രക്ഷപ്പെട്ട സുനിത പിന്നീട് സലിംകുമാറിന്റെ ജീവിതസഖിയായി മാറിയ വലിയൊരു കഥയുണ്ട്. എന്നാലും വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹത്തെ തേടി ആദ്യ സിനിമയിലേക്കുള്ള വിളി വരുന്നത്. സിദ്ദിഖ് ഷമീറിന്റെ സംവിധാനത്തിൽ 1996 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അന്ന് വിവാഹ പിറ്റേന്ന് ഒരു ബന്ധുവിന്റെ വീട്ടിൽ വിരുന്നിനായി ഇരിക്കുമ്പോഴായിരുന്നു സിനിമയിലേക്കുള്ള ക്ഷണം. വിരുന്നിന് വരണമെന്ന് നിർബന്ധിച്ച ബന്ധുക്കളോട് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ വരാമെന്ന് മറുപടി നൽകി നേരെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് കടന്നുപോയ സലിംകുമാറിന് പിന്നീട് കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. തെങ്കാശിപ്പട്ടണം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി മാറി. തന്റെ വിവാഹ ദിവസം അന്തരിച്ച നടനും സുഹൃത്തുമായ കലാഭവൻ മണി സ്റ്റേജിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ സലിംകുമാർ എപ്പോഴും നന്ദിയോടെ ഓർക്കുമായിരുന്നു. ഞാൻ സിനിമയിൽ വന്നു, ഇനി വരാനുള്ളത് സലിംകുമാർ ആണെന്ന് എല്ലാവരും പറയുന്നു. സുനിതയ്ക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നടക്കുമെന്നായിരുന്നു മണിയുടെ വാക്കുകൾ. ആ സുഹൃത്തിന്റെ നാക്ക് പൊന്നാവുകയായിരുന്നു എന്ന് സലിംകുമാർ പിൽക്കാലത്ത് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട്. നീണ്ട 29 വർഷത്തെ ദാമ്പത്യത്തിനിടയിൽ തങ്ങൾ ഒരു തവണ പോലും വഴക്കിട്ടിട്ടില്ലെന്നും അഥവാ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായാൽ തന്നെ അതിന് 10 മിനിറ്റിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അദ്ദേഹം പല ഘട്ടങ്ങളിലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് നേരിടേണ്ടി വന്നൊരു വലിയ ശസ്ത്രക്രിയയുടെ സമയത്ത് ഡോക്ടർമാർ വിശ്രമിക്കാൻ പറഞ്ഞിട്ടും തിയേറ്ററിൽ നിന്നും റൂമിലേക്ക് മാറ്റുന്നതുവരെ ICUവിന്റെ വാതിൽക്കൽ നിന്നും മാറാതെ കാത്തുനിന്ന സുനിതയുടെ സ്നേഹമാണ് തന്റെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചതെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. സുനു എന്ന സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഭാര്യയോട് വാക്കുകൾക്കതീതമായ നന്ദിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 2021 തന്റെ 25ാം വിവാഹ വാർഷികവും സിനിമാ ജീവിതത്തിന്റെ 25ാം വർഷവും അദ്ദേഹം ആഘോഷമാക്കിയത് പ്രിയപ്പെട്ടവരോടുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു. തുടർന്ന് തന്റെ 28ാം വിവാഹ വാർഷികത്തിലും ജീവിതത്തിലെ ഏറ്റവും വലിയ ശരിക്ക് 28 വയസ്സ് തികഞ്ഞുവെന്നും അദ്ദേഹം ഹൃദയസ്പർശിയായി കുറിച്ചു. എന്നാൽ ദാമ്പത്യ ജീവിതത്തിന്റെ 30ാം വാർഷികത്തിലേക്ക് കടക്കാൻ കാത്തുനിൽക്കാതെ പ്രിയപ്പെട്ട സുനുവിനെയും മക്കളെയും ദുഃഖത്തിലാഴ്ത്തി സലീമേട്ടൻ മടങ്ങുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്ന ഒരു മികച്ച കലാകാരനെ മാത്രമല്ല, സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനെ കൂടിയാണ്, ഒരു ഗൃഹനാഥനെ കൂടിയാണ്.